Jai Hind. Be all proud. Jai Hind. ഒരിക്കൽ കൂടി ജയ് ഹിന്ദ്. ആഹാ, അപ്പൊ നിങ്ങൾ ഉഷാർ തന്നെ. അതുൽ, കണ്ണൂർ കുറേ പട്ടാളക്കാരുള്ള നാടാണ്. നീ കണ്ണൂർ ആടെ പോയിട്ടുണ്ടല്ലോ, ഈടെ ഏടെ പോകുമ്പോഴാണ് ദേശസ്നേഹം അങ്ങനെ ഉള്ളി തട്ടി വരുന്നത്? നമ്മുടെ കണ്ടോൺമെന്റ് ഒക്കെ പോകുമ്പോൾ നല്ല കലക്കൻ ഇന്ത്യൻ ഫ്ലാഗ് കണ്ടിട്ടില്ലേ? അവിടെ കണ്ണൂർ ടെറിയേഴ്സ്, DSC ക്യാമ്പ്, പിന്നെ ഇന്ത്യൻ നേവൽ അക്കാദമി, ഇതൊക്കെ ഒരു പാട്രിയോട്ടിക് വൈബ് അല്ലേ? സത്യം, അത് പറഞ്ഞ കറക്റ്റാണ്. നമ്മൾ DSC കണ്ടോൺമെന്റിൽ ഈയിടയ്ക്ക് പോയപ്പോൾ ഒരു ഗംഭീര നാഷണൽ ഫ്ലാഗ് അവിടെ കൊണ്ടു. അത് കാണുമ്പോൾ നമുക്ക് എന്താ പറയാ, ഒരു രോമാഞ്ചം ഇങ്ങനെ ഉള്ളിൽ നിന്ന് തന്നെ ദേശഭക്തി ഇങ്ങനെ അലയടിച്ച് വരികയാണ്. തീർച്ചയായിട്ടും സന്തോഷം. അടുത്തത്, കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ എന്താണ് ആദ്യം മനസ്സിലേക്ക് എത്തുക നിങ്ങൾക്ക്? വീരന്മാരുടെ നാട്, വീരപഴശ്ശിയുടെ നാട്, ധീരന്മാരുടെ നാട്, ദ മെജസ്റ്റിക് ലാൻഡ് ഓഫ് ലോസ് ആൻഡ് ലൂംസ്, തെയ്യങ്ങളുടെയും തിറയുടെയും നാട്, മണ്ണിന്റെ മനസ്സറിയുന്ന ദേശസ്നേഹികളുടെ നാട്. ഇറ്റ്സ് എ ഗ്രേറ്റ് ലാൻഡ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾസ്. അതുപോലെ കുറെ നല്ല കലാകാരന്മാരുടെയും നല്ലോണം കല ആസ്വദിക്കുന്നവരുടെ നാട്. നമ്മുടെ വിനീത് ശ്രീനിവാസനൊക്കെ ഇവിടെ അല്ലേ? കറക്റ്റ്. അതെ. ஆமா, நீங்க இவ்வளவு சொல்றீங்களே, இதுக்கு மேல ஏதாவது கண்ணூரை பத்தி? கண்ணூர் வந்து அதுக்கு மேலே சார். കണ്ണൂർ ഫുൾ എനർജി. ആമാ, കണ്ണൂർ നമ്മുടെ നാടിനെ നെഞ്ചേറ്റുന്നവരുടെ നാടാണ് കണ്ണൂർ. തീർച്ചയായിട്ടും. നെഞ്ചിലെ നേരുള്ളവരുടെ നാട് കണ്ണൂർ അല്ലേ? നെഞ്ചിലെ നേരുള്ളവരുടെ നാട് കണ്ണൂർ അല്ലേ? ഒരു നല്ലൊരു കയ്യടിയാവാം. ഒരു നല്ലൊരു കയ്യടിയാവാം പ്ലീസ്. നിങ്ങൾ കയ്യടിക്കാനായിട്ട് പിശുക്കരുത്. നിങ്ങളുടെ കയ്യടിയാണ് ഈ പരിപാടിയുടെ വിജയം. നിങ്ങളുടെ കയ്യടി ഞങ്ങളുടെ പ്രോത്സാഹനം, ഞങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യും. നിങ്ങൾ ആസ്വദിക്കാം. നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും. ദേശഭക്തി അലയടിക്കുന്ന നല്ല ഗംഭീര കുറേ പാട്ടുകൾ ഇതൊക്കെയാണ്. നമ്മുടെ നാവികസേന ബാൻഡ് വളരെ ഗംഭീരമായിട്ട് നിരന്തര റിഹേഴ്സൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾക്കായിട്ട് ഇത് അവതരിപ്പിക്കുന്നത്. നമുക്കിത് ഒരു ഗംഭീര പരിപാടി ആക്കണം അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ ശ്രീകാന്ത്. ഞാൻ ഋതുൽ. സ്വാതന്ത്ര്യലബ്ധിയുടെ 80ാമത് സുവർണ ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ നേവൽ അക്കാദമി സംഗീത ബാൻഡ് അവതരിപ്പിക്കുന്ന ദേശസ്നേഹത്തിൻ്റെ സംഗീത സായാഹ്നത്തിലേക്ക് എല്ലാ കലാപ്രേമികളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. Ladies and gentlemen, on behalf of Indian Navy and Indian Naval Academy, we extend a warm and heartfelt welcome to all wonderful people of Kannur to this spectacular musical evening on the eve of 80th Independence Day. देवी और सज्जनों, देश प्रेम की इस संगीतमय संध्या में सभी देश प्रेमियों का हृदयपूर्वक स्वागत है. जय हिंद. ശ്രീകാന്ത്, സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ പെട്ടെന്ന് ഓടി വരുന്നത്? അത് ഋതുല, ഇപ്പോൾ ഓരോ ജനറേഷൻ്റെ കാഴ്ചപ്പാട് ഡിഫറെൻ്റ് അല്ലേ? നമുക്ക് ജെൻ സി, ജെൻ ആൽഫ എല്ലാവരും ഉണ്ട്, ജെൻ മില്ലനിയൽസ് മുതൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ചിലർക്ക് വരിക സഹചര്യം എന്ന് പറയുന്ന കവിത കേൾക്കുമ്പോൾ ഒരു ദേശസ്നേഹം ഇങ്ങനെ ഉള്ളിൽ വരും. മറ്റു ചിലർക്ക് അത് ജനഗണമന, ചിലർക്ക് വന്ദേ മാതരം. എന്താണെങ്കിലും ഒരേ വികാരം, അഭിമാനം, ആത്മാഭിമാനമാണ് അത് ഉണ്ടാവുക കേൾക്കുമ്പോൾ. അതെ, അത് ശരിയാണ്. ദേശസ്നേഹവും പട്ടാളക്കാരോടുള്ള പ്രത്യേക ഇഷ്ടവുമുള്ള കണ്ണൂരിന് അത് പ്രത്യേകം മനസ്സിലാവും. ഏഴിമല നാവിക അക്കാദമിയെ കുറിച്ചിട്ട് അല്ല, അവർക്ക് നേരത്തെ അറിയാമെന്ന് പറഞ്ഞു. എങ്കിലും 2 വരി. ഏഴിമല നാവിക അക്കാദമി നമ്മുടെ പ്രചോദനവും അഭിമാനവുമായി ഇന്ത്യൻ നേവിയുടെ ഒരു ഗംഭീര ട്രെയിനിങ് സെൻ്ററാണ്. ഏഴിമലയിലാണ്. പയ്യന്നൂരിൽ നിന്നൊരു 8 കിലോമീറ്റർ ദൂരത്തേ ഉള്ളൂ ആ ഏഴിമല. റെയിൽവേ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും യുവാക്കൾ ഉണ്ടെങ്കിൽ ഇന്ത്യൻ നേവിയിലേക്ക് എല്ലാവരും അംഗമാവണമെന്ന് ഞങ്ങൾ പ്രത്യേകം പറയുകയാണ്. ഏഴിമലയുടെ ഗംഭീര ട്രെയിനിങ് സെൻറ്റർ അവിടെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. എല്ലാവരും വരിക, കാണുക, എല്ലാവരും അതിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുക. When a soldier carries a musical instrument, every note becomes a salute and every performance becomes a celebration of the nation. ശരിയാണ്. ഒരു സൈനികൻ സംഗീതോപകരണം കൈകളിലേന്തുമ്പോൾ ഓരോ സ്വരവും അഭിവാദ്യമായി മാറുന്നു. ഓരോ സംഗീതാവതരണവും ദേശത്തോടുള്ള പ്രത്യേക സമർപ്പണമായി മാറുന്നു. The origin of this magnificent naval band dates back to 1945, when it was formed with a handful of naval soldiers who are so good as musicians too. കാലം പിന്നിടുന്തോറും സ്ഥിരോത്സാഹവും നിരന്തര പരിശീലനത്തിലൂടെയും നാവിക ബാൻഡ് ദേശീയവും അന്തർദേശീയവുമായ പല അംഗീകാരങ്ങൾ നേടി മുന്നേറുകയാണ്. Versatility is the hallmark of the band, whether arranged as a military marching band or as symphonic ensemble. പറഞ്ഞത് വളരെ സത്യമാണ്. വൈവിധ്യമാണ് ഈ നാവിക ബാൻഡിൻ്റെ മുഖമുദ്ര. സംഗീതത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ അതിമനോഹരമായി ആവിഷ്കരിക്കുന്ന ഒരു വിസ്മയമായ അനുഭവം. The wide-ranging repertoire of the band includes stirring martial music,
symphonies, concertos, Indian classical music, and a host of other forms of music. The band produces a rich tapestry of music and embodiment of India's true characteristics of unity in diversity. നാവിക ബാൻഡ് ഒരുക്കുന്നത് വൈവിധ്യമാർന്ന സംഗീതത്തിന്റെ സമ്പന്നമായ ഒരു വർണ്ണപ്പകിട്ടാണ്. ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ സംഗീതത്തിലൂടെ എടുത്തു കാട്ടുന്ന മനോഹരമായ ഒരു ശ്രവ്യാനുഭവം.